അങ്ങനല്ല ഞാൻ what's the problem? Alaya, what is the problem? What's the problem? ആകെ പ്രോബ്ലം ആയിട്ടുള്ള വന്നിട്ടുണ്ട്. ആരാ കരയണോട്ടാ. എന്താടാ മോനെ മണിക്കുട്ടാ എന്താ പ്രശ്നം? എന്തിനാ കരയണത് മണിക്കുട്ട? നിങ്ങളൊരു കാര്യം മനസ്സിലാകും. ഞാൻ എന്റെ ജീവനത്തിലെ സ്നേഹിക്കുന്ന പെണ്ണവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ എന്റെ ജീവനാണ് അവിടെ. ഇന്ന് രാത്രി അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ, കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഇനി അവളെ ജീവിച്ചിരിക്കില്ല. മറക്കണം. ഒരു കാര്യം ആലോചിച്ചു, അവളെ കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്ത് ചെയ്യും? അമ്മാവാ, ഇവന്റെ പ്രണയം ഉണ്ടല്ലോ, അനിശ്ചിത പ്രണയം. ഷാജഹാൻ തങ്കത്തിനെ പ്രണയിച്ച പോലെ, ഞാൻ മുംതാസിനെ ഇഷ്ടപ്പെട്ട പോലെ സത്യസന്ധമായ പ്രണയമാണ് ഇവൻ്റെതും. നിന്നെ ഞാൻ ഒരുമിപ്പിക്കും, ഇവനെ ഒരുമിപ്പിക്കണം. എന്താ വഴി? ഞാൻ ഒരു കാര്യം പറയും. വഴി എന്താ ഇപ്പൊ ആലോചിക്കണം? ഇപ്പൊ വഴി ആലോചിക്കണം. നമുക്ക് പോയിട്ട് കൂട്ടിക്കൊണ്ടിരാളെ. അമ്മാവാ കേട്ടോ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോവാൻ ഇത് ഈ വിഷയത്തിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അളിയാ, അളിയൻ എന്റെ കൂടെ നിൽക്കും. ഞാൻ നിൽക്കും. എന്താ സംശയം? ഞാൻ നിൽക്കും. ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഉണ്ടല്ലോ. ഇനി അമ്മാവനോ? നീ നിൽക്കോ? ഞാൻ നിൽക്കും. കനക, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കരുത്. ഫാസ്റ്റാ പറയണ. അല്ല അവന്റെ വിഷമം അവന്റെ വിഷമം അവന്റെ വിഷമം എന്ന് പറഞ്ഞാൽ മണി 12 കുടുംബത്തിൽ ഒന്ന് പറഞ്ഞൂടാ. 12 എന്താണ് എന്താണ് 12 അവൻ കരയണത് കണ്ടില്ലേ? കനക മര്യാദ കേടാണ്. ഇത്തരം കാര്യങ്ങൾ അറിയണം. ചങ്കൂറ്റം വേണം. നിനക്കതില്ല. ഞാൻ പറയണത് നീ കേട്ടോ, നിനക്ക് നല്ലതാണ്. ഞാൻ ഈ കാര്യത്തിൽ നിൽക്കൂല. അവന്റെ മൂത്രം കുടിച്ചിട്ട് നീ ഇങ്ങനെ പറയരുത്. വെള്ളം കുടിച്ചിട്ട് അവന് വേണ്ടിട്ട് ചാവാം ഞാൻ ഇപ്പൊ തയ്യാറാണ്. താൻ പോയി ചാവടോ, താൻ വയസ്സായി ചാൻ കിടക്കണ പടയൊക്കെ ചാവടോ, ചെറുപ്പക്കാരെ കൊല്ലണ. നമുക്കേ ഇപ്പൊ പോയിട്ട് അവളെ പൊക്കാം. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. മര്യാദയാണത്. കല്യാണം കഴിക്കാനോ പ്രേമിക്കാനോ പറ്റില്ല. അതുകൊണ്ട് പ്രേമിക്കാനോ ഒന്നിപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും. കാര്യം പറയാൻ മനസ്സിലാക്കണം. നീ പോവാതിരിക്കല്ലേ. അതെ, ഒരു പൊതുപ്രവർത്തനാണ് ഞാൻ. പറയണ നീ അനുസരിക്ക് പോലെ. നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? എന്റെ മേളത്തെ പിടിപാട് മാത്രം മതി എവനെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. അതെ, ഇവൻ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഞങ്ങൾ വരും പോണെ. വണ്ടി കൊണ്ടുപോകില്ല നമ്മള്. നീ പോലെടാ അവൻ പോയിക്കോട്ടെ. പോണ്ടാ കനക. നീ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും മനസ്സാ വാച ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇപ്പൊ ഫാസിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലായത്. ഞങ്ങള് വേണമെങ്കിൽ അതിന്റെ കാലും പിടിക്കാം, മാപ്പ് പറയാം. ദയവ് ചെയ്ത് നീ വീട്ടിൽ മോളെ. വേണ്ട, സ്വന്തം കൂടെപ്പറപ്പുകളാണ് പറയണത് കരുതിയിട്ട് മോള് വീട്ടിൽ പോ. നോക്കും മോളെ. മോളെ ഇത് നിന്റെ ഭാഗ്യാണെന്ന് കരുതിക്കോ. അപ്പൊ മണിക്കുട്ടന്റെ സ്വഭാവം എന്താന്ന് മനസ്സിലായില്ലേ? അവൻ നിന്നെ ചതിക്കായിരുന്നു. അല്ലിക്കാണ്ടോ നിന്നെ ഇട്ടിട്ട് പോയില്ലേ? ഇപ്പൊ പിന്നെ മണിക്കുട്ടേട്ടൻ വരും. അയ്യേ മോളൊന്ന് ആലോചിച്ച് നോക്കേ. മോളെ ഇത്രയും വളർത്തി വലുതാക്കി അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ എന്ത് വിഷമിക്കുന്നുണ്ടാവും. അവരിപ്പോ എവിടൊക്കെ തെരഞ്ഞു നടക്കുന്നുണ്ടാവും നിനക്കറിയാം. മണിക്കുട്ടേട്ടൻ വരട്ടെ. മോള് ഇവിടെ നിന്നപ്പോ ആകെ പ്രശ്നമാവും. അതാണ്. അതെ, മോള് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 2 കുടുംബങ്ങളിൽ അത് വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ആ കുട്ടീനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നലെ രാത്രി നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്തോ കാര്യം? നടന്നു കഴിഞ്ഞ കാര്യത്തെ പറ്റിട്ട് പിന്നെ ഇനി പറയണ്ട എന്താ?
അളിയാ